ബ്രെറ്റ് സുല്ലിവാൻ, സ്റ്റീവ് ഹോബൻ, ഗ്രാൻഡ് ഹാർവി എന്നിവർ കുത്തിയിരുന്ന് സംവിധാനം ചെയ്ത് 2015 ഇറക്കിയ ഒരു അമേരിക്കൻ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് എ ക്രിസ്മസ് ഹൊറർ സ്റ്റോറി. ക്രിസ്മസ് മേരി ക്രിസ്മസ്. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും സീജു വ്ളോഗ്സിൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഈ ചിത്രത്തിൽ ഒന്നല്ല രണ്ടല്ല 4 കഥയുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രേതത്തെയും സാത്താനെയും മോൺസ്റ്ററിനെയും പിന്നെ അവർക്കിടയിൽപ്പെട്ട മനുഷ്യരെയും പിന്നെ ഒരു സർപ്രൈസ് ക്യാരക്ടർ കൂടി കാണാൻ പറ്റും. അതാണ് അവസാനത്തെ ഒരു മാരക ട്വിസ്റ്റ്. ക്രിസ്മസ് ആയിട്ടെങ്കിലും ഒരു ഫീൽ ഗുഡ് മൂവി ചെയ്തൂടെ എന്ന് പറയരുത്. ക്രിസ്മസിന് നല്ല കാര്യം മാത്രം നടക്കാറുള്ളൂ എന്നത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ഈ ചിത്രം മുഴുവനായും കണ്ടാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതീ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ക്രിസ്മസ് അപ്പൂപ്പൻ ഇല്ലേ, സാന്റാക്ലോസ്, സാന്റയുടെ സ്ഥലം കാണാം. അവിടെ സാന്റ കയ്യിൽ രക്തക്കറയോടെ ഒരു ആയുധവുമായി നടന്നു പോകുന്നത് കാണാം. പെട്ടെന്ന് പുറകിലെ ഡോറിൽ ആരോ ശക്തിയിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ട് സാന്റ തിരിഞ്ഞു നിൽക്കുകയാണ്. മുഖമെല്ലാം ആരോ മാന്തിയതുപോലെ രക്തം ഒഴുകുന്നുണ്ട്. നോക്കിയാൽ ആരോ കൊടൂരമായി അലറിക്കൊണ്ട് ഡോറിൽ തട്ടി തട്ടി ഒടുവിൽ ആ ഡോർ ഓപ്പൺ ആവുമ്പോൾ പുറത്തു നിന്നും വന്ന വെളിച്ചത്തിൽ സാന്റ കണ്ണു പൊത്തുകയാണ്. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നേരത്തെ സാന്റയെ കണ്ടില്ലേ? അതിന് ഒരു 12 മണിക്കൂർ മുൻപേ നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണാം. ക്രിസ്മസിനെ കുറിച്ച് റേഡിയോയിൽ ഒരു ആർജെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജീസസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നാഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഇനി കുറച്ചു നേരത്തിനുള്ളിൽ ഉണ്ണിയേശു ജനിക്കാൻ പോകുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്ന് ക്രിസ്മസ് അനുബന്ധിച്ച് ലുലു മാളിൽ ഒരു ചാരിറ്റി ബേസ് ചെയ്ത് ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ എൻ്റെ ഫ്രണ്ട് നോർമൻ ഇരിപ്പുണ്ട്. നോർമനും ഫുഡ് ഫെസ്റ്റിവലിന് പങ്കെടുക്കുന്നുണ്ട്. ഏയ് നോർമൻ, നിങ്ങൾക്ക് ക്രിസ്മസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് കേട്ട് നോർമൻ എന്തോ പ്രശ്നത്തിലുള്ള പോലെ കലിപ്പിൽ നീയും നിന്റെ ഒരു ക്രിസ്മസും എന്ന് പറഞ്ഞ് ആർജയെ തെറി വിളിച്ച് പോവുകയാണ്. ഇപ്പോൾ മറ്റൊരിടത്ത് ഒരു സ്കൂളിന് മുൻപിൽ ഒരു കാറിൽ 3 സ്റ്റുഡൻസിനെ കാണാം. മോളി, ദിലാൻ ആൻഡ് പുറകിലുള്ളവൻ ബെൻ. മോളി പറയുന്നു, എവിടെയാടാ നിന്റെ ഗേൾ ഫ്രണ്ട്? അവൾ വന്നാലേ കാര്യം നടക്കൂ. ഗേൾ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഗ്യാപ്പിൽ അവരുടെ ടാബിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വീഡിയോ പ്ലേ ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഇപ്പോൾ നിൽക്കുന്ന സ്കൂളിൽ കഴിഞ്ഞ വർഷം 2 കൊടൂരമായ കൊലപാതകം നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കാണുന്നത്. പോലീസ് സ്കൂളിനകത്തേക്ക് പോകുമ്പോൾ വീഡിയോ എടുത്ത കാഴ്ച. പോലീസ് അകത്ത് കയറി പോകുമ്പോൾ ഒരുത്തൻ്റെ ശരീരം കുരിശിൽ തൂക്കിയതുപോലെ നിർത്തി കൊടൂരമായി കൊലപ്പെടുത്തി വെച്ചത് കാണുകയാണ്. അവിടെ ചുമരിൽ അവൻ്റെ രക്തം കൊണ്ട് ബൈബിളിലെ ചില വചനം ഒക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ പോലീസ് നോക്കി നിൽക്കെ പുറകിൽ ഒരു പെൺകുട്ടിയുടെ ശരീരം തൂങ്ങി നിൽക്കുകയാണ്. ആ വീഡിയോ കണ്ട് കേസ് അന്വേഷിച്ച പോലീസ് ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്ന് ദിലാൻ ചോദിക്കുമ്പോൾ അറിയില്ല, ചിലപ്പോൾ മനോനില തെറ്റിക്കാണും എന്ന് മോളി പറയുകയാണ്. എടി, ഈ ഒരു വീഡിയോ പോരെ, പിന്നെ എന്തിനാ നമ്മൾ അകത്ത് പോയി പുതിയ വീഡിയോ എടുക്കുന്നത്? എടാ, ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. നമ്മൾ പുതിയ വീഡിയോ എടുക്കണം. എവിടെ നിന്റെ ഗേൾ ഫ്രണ്ട്? അവളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ദിലാന്റെ ഗേൾ ഫ്രണ്ട് വരികയാണ്. ഇവളുടെ പേര് കാപ്രീസ്. സ്കൂളിന്റെ കീ കാപ്രീസിന്റെ കയ്യിലാണുള്ളത്. അത് കൊടുത്തിട്ട് കാറിൽ നിന്നും ഇറങ്ങി 2 പേരും റൊമാൻസ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് കാപ്രീസ് വന്ന കാറിന്റെ ഹോൺ മുഴക്കം കേൾക്കുകയും എടാ, ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാ എന്ന് പറഞ്ഞ് കാപ്രീസ് ഫാമിലിയോട് കൂടി അവളുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കാപ്രീസിന്റെ അച്ഛൻ്റെ പേര് ടൈലർ. ഇവർക്ക് ആൻറ്റിയുടെ വീട്ടിലേക്ക് വഴി ശരിക്കും അറിയില്ല. ഗൂഗിൾ മാപ്പ് വെച്ചാണ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു സ്ഥലത്ത് ഒരു ട്രക്ക് നിർത്തി അതിൽ നിന്നും ഒരു ഫാമിലി പുറത്തിറങ്ങുന്നത് കാണുകയാണ്. ആ കാറിലുള്ളത് നേരത്തെ 3 പേർ ഒരു ക്രൈം വീഡിയോ കണ്ടിരുന്നില്ലേ? അതിലെ ഒരു പോലീസ് ആണിവൻ. പേര് സ്കോട്ട്. സ്കോട്ടിന് ഒരു ഭാര്യയും ഒരു ചെറിയ ആൺകുട്ടിയും ഉണ്ട്. കാറിൽ നിന്നും ഇറങ്ങി ഈ പോകുന്നത് ക്രിസ്മസ് ആയതിനാൽ ക്രിസ്മസ് ട്രീ മുറിച്ചെടുക്കാനാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ വഴിപ്പോക്കർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് കാണുകയാണ്. പിന്നെ ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ സ്കോട്ട് എന്ന് പറഞ്ഞ് അവൻ ചാടി അകത്തേക്ക് പോവുകയാണ്. അത് കണ്ടു ഭാര്യ, കർത്താവേ, ഈ മനുഷ്യനെ ഇത്ര പെട്ടെന്ന് മേലോട്ടെടുക്കല്ലേ എന്ന ഭാവത്തിൽ മേലോട്ട് നോക്കുകയാണ്. ഈ സമയത്ത് സ്കൂളിൻ്റെ അകത്ത് കയറിയ 3 പേരും മൈക്കും ക്യാമറയും സെറ്റ് ചെയ്ത് മോളി സംസാരിക്കാൻ തുടങ്ങി. പൊതുവെ ക്രിസ്മസ് എന്നാൽ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാണെന്ന് അറിയാം. എന്നാൽ കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ ക്രിസ്മസ് ദിവസം 2 കൊടൂരമായ കൊലപാതകം നടന്നിട്ടുണ്ട്. കോർണർ ആൻഡ് ജെന്ന എന്ന 2 സ്റ്റുഡൻസ് ആണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ
വീഡിയോ എടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടേക്ക് ആരോ വരുന്ന ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് 3 പേരും ഓടിപ്പോയി അവിടെ റിസ്ട്രിക്റ്റഡ് ഏരിയ എന്നെഴുതിയ റൂമിൽ കയറി ഒളിഞ്ഞു നിൽക്കുകയാണ്. ആ വന്നത് സ്കൂളിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. എന്തോ ശബ്ദം കേട്ടതിനാലാണ് പ്രിൻസിപ്പൽ വന്നത്. അങ്ങനെ അയാൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അകത്ത് കയറിയവർ നമുക്ക് വേറെ വഴിയിലൂടെ പോകാം, ഇല്ലെങ്കിൽ പ്രിൻസിപ്പൽ പിടിക്കും എന്ന് പറഞ്ഞ് വേറെ വഴി നോക്കി പോവാൻ തുടങ്ങി. ഈ സമയത്ത് ടൈലറിന്റെ ഫാമിലിയെ കാണാം. ഒരു വിധത്തിൽ ആന്റിയുടെ വീടുള്ള സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വഴിയോരത്തുള്ള ഒരുത്തൻ ചെയിൻസോ പിടിച്ച് ടൈലറിന്റെ കാറിനെ ഗൗരവത്തോടെ നോക്കുകയാണ്. ഇവന്റെ പേര് ജെറാഡ്. അങ്ങനെ വീട്ടിൽ കയറി ടൈലർ ആന്റിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആന്റിക്ക് അത്ര മൈൻഡ് ഇല്ലാത്ത പോലെയാണ്. കാപ്രീസ് ലൈറ്റർ എടുത്ത് എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോൾ അവളുടെ അനിയൻ ഡക്കൻ അവിടെയുള്ള ചെറിയ ചെറിയ പാവക്കുട്ടിയെ എടുത്തുകൊണ്ടിരിക്കെ അതിൽ ക്രാമ്പസ് എന്നൊരു പാവയെ എടുത്തു പിടിക്കുമ്പോൾ അത് കണ്ട ആന്റി അലറിക്കൊണ്ട് എടാ അത് എടുക്കല്ലേ, നല്ല കോസ്റ്റ്ലി സാധനം ആണത്. അത് കേട്ട് ദേഷ്യത്തിൽ ടൈലർ ഡക്കനെ പിടിച്ച് കൊണ്ടുപോവുകയാണ്. കാപ്രീസ് പിടിച്ചിരുന്ന ലൈറ്റർ എടുത്ത് പോക്കറ്റിൽ ഇടുകയാണ്. അല്പം കഴിഞ്ഞ് ഡക്കൻ വീണ്ടും ക്രാമ്പസിന്റെ പ്രതിമ നോക്കി നിൽക്കുമ്പോൾ നേരത്തെ പുറത്ത് ചെയിൻസോ പിടിച്ച് നിന്ന ജെറാഡ് വന്ന് അത് വെറും പ്രതിമ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം ക്രാമ്പസ് അല്ലേ എന്ന് ഡക്കൻ പറയുകയാണ്. ക്രാമ്പസോ അതെന്താ സംഭവം എന്ന് അമ്മ ചോദിക്കുമ്പോൾ ക്രാമ്പസ് എന്നാൽ ഒരു ഡീമനാണ്. സാന്റാക്ലോസിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ഡീമൻ ആണ്. മനുഷ്യരെ ഈ ഡീമൻ ഉപദ്രവിക്കും എന്നൊക്കെ ഡക്കൻ പറയുകയാണ്. അതെ, സൂര്യൻ മറഞ്ഞു പോകുമ്പോൾ മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെ ആ ഡീമൻ മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കും. അതേപോലെ മറ്റുള്ളവരുടെ വസ്തുക്കളെ തൊടുന്നവരെയും ക്രാമ്പസ് വെറുതെ വിടില്ല എന്നൊക്കെ ജെറാഡ് പറയുമ്പോൾ ഡക്കൻ പേടിച്ച് അതിനെ നിലത്തിടുകയും അത് കണ്ട് ജെറാഡ് വഴക്ക് പറയുമ്പോൾ ശബ്ദം കേട്ട് ആന്റിയും വന്ന് കലിപ്പിൽ വഴക്ക് പറഞ്ഞ് ഏയ് ടൈലർ, നീ നിന്റെ ഫാമിലിയെ കൂട്ടിയിട്ട് പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട, ആകെ ഉപദ്രവമാണല്ലോ എന്നൊക്കെ പറയുകയാണ്. ഈ സമയത്ത് സാന്റാക്ലോസിന്റെ സ്ഥലം കാണാം. സാന്റയുടെ ജോലിക്കാർ എല്ലാവരും ഭയങ്കര തിരക്കിട്ട ജോലിയിലാണ്. എന്തെന്നാൽ ഇന്ന് രാത്രി ക്രിസ്മസിന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. സാന്റാക്ലോസിന്റെ ജോലിക്കാരെ എൽഫ് എന്നാണ് പറയാറ്. അതിലൊരു എൽഫ് വന്ന് ഭയങ്കര കരച്ചിലാണ്. അവന്റെ പേര് ഷിനി. എന്ത് പറ്റി ഷിനി എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം അവിടേക്ക് സാന്റാക്ലോസിന്റെ വൈഫ് വരികയാണ്. കുക്കീസ് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കഴിക്കുക എന്ന് പറഞ്ഞെങ്കിലും ഷിനി എന്ന എൽഫ് മാത്രം കഴിക്കുന്നതേയില്ല. അതിനാൽ ഷിനിയോട് കഴിക്കാൻ പറയുമ്പോൾ എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് ഒരു കോടാലിയെടുത്ത് അവൻ്റെ കൈക്ക് അവൻ തന്നെ വെട്ടുകയും അവൻ്റെ കയ്യിലെ രക്തം അവിടെയുള്ള മറ്റ് എൽഫിൻ്റെ ഒക്കെ ദേഹത്തേക്ക് തെറിക്കുകയും ചെയ്യുന്നു. അന്നേരം ഒരു എൽഫ് വന്നിട്ട് നിലത്ത് വീണ ഷിനിയെ ചെക്ക് ചെയ്തിട്ട് അവൻ മരിച്ചു എന്ന് പറയുകയാണ്. അത് കേട്ട് എന്ത് മരിച്ചെന്നോ, എൽഫിന് മരണമില്ലല്ലോ എന്ന് സാന്റ പറയുകയാണ്. ഇപ്പോൾ കാട്ടിലേക്ക് ക്രിസ്മസ് ട്രീ വെട്ടാൻ പോയ സ്കോട്ട് ആൻഡ് ഫാമിലിയെ കാണാം. ഒരു ക്രിസ്മസ് മരത്തെ വെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ്. സ്കോട്ടിന്റെ മകൻ ബില്ല് പുറകിലാണുള്ളത്. പെട്ടെന്ന് ബില്ലിന് എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. മുന്നിൽ സ്കോട്ടും വൈഫും കുറച്ച് ദൂരെ നടന്ന് എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ബില്ലിനെ കാണാനില്ല. പേടിച്ച് രണ്ടുപേരും ബില്ലിനെ തിരയാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് ഒരു മരത്തിൻ്റെ പൊത്ത് കാണുകയാണ്. അകത്ത് ആരോ ഉള്ളതുപോലെ ഫീലായി നോക്കുമ്പോൾ അവിടെ ബില്ല് ഉണ്ടായിരുന്നു. ബില്ലിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കെ അവൻ വ്യത്യസ്തമായി തുറിച്ചു നോക്കുകയാണ്. അങ്ങനെ അവർ തിരിച്ച് ട്രക്കിൻ്റെ അടുത്തെത്തി പോകാൻ തയ്യാറാകുമ്പോൾ അതൊക്കെ ദൂരെ ഇരുന്ന് ഒരാൾ കാണുകയാണ്. ആളൊരു വേട്ടക്കാരനോ തോട്ടക്കാരനോ ആണെന്ന് തോന്നുന്നു. മുഖത്ത് മാന്തിയ പാടൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂളിൽ പെട്ടിരിക്കുന്ന 3 പേരെ കാണാം. അവർ ഓടിപ്പോയി ബേസ്മെൻറ്റിൽ പോയെങ്കിലും അത് ബേസ്മെൻറ്റ് പോലെയില്ല, വേറെ എന്തോ മാതിരിയുണ്ട്. ഇതെന്താ സ്കൂൾ പോലെ അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് സ്കൂളാക്കി മാറ്റുന്നതിന് മുൻപ് ഒരു ചർച്ചായിരുന്നു. അന്ന് ഇവിടെ ഒരു 15 വയസ്സുള്ള പെൺകുട്ടി പ്രഗ്നൻ്റായി. അവൾ എങ്ങനെ പ്രഗ്നൻ്റായി, ആരാ പ്രഗ്നൻ്റ് ആക്കിയത് എന്നൊന്നും ആർക്കും അറിയില്ല. വെർജിൻ മേരി മാത എന്ന് ആൾക്കാർ ആ പെൺകുട്ടിയെ പറയാറുണ്ട്. ചിലർ അത് വിശ്വസിക്കുന്നുമില്ല എന്നൊക്കെ മോളി പറഞ്ഞ് പോയി അവിടെ ഒരു ഡോർ ഓപ്പൺ ചെയ്യുകയാണ്. അന്നേരം ആ പെൺകുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ അവളെ കൊണ്ട് അബോർഷൻ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു, അതിനിടയിൽ അവൾ മരിച്ചുപോയി എന്ന് മോളി പറയുകയും ഓരോന്നും സംസാരിച്ച് അവിടെ ചുറ്റിക്കറങ്ങുമ്പോൾ ഇപ്പോഴാണ് അവർക്ക് ആ റൂം കാണുന്നത്. അതായത് ഈ സ്കൂളിൽ വെച്ച് 2 സ്റ്റുഡൻസ് കൊടൂരമായി കൊല്ലപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, കോർണറും ജെന്നും, അത് ഈ റൂമിൽ വെച്ചാണ്. പോലീസ് മാർക്ക് ചെയ്ത രേഖകളൊക്കെ അവിടെയുണ്ട്. മോളിയും ദിലനും അകത്താണെങ്കിൽ കൂടെയുള്ള ബെന്ന് ആ റൂമിന്റെ പുറത്ത് നിൽക്കുകയാണ്. നോക്കിയാൽ ദേ ഒരു പ്രേതം, എന്നാൽ അവൻ കണ്ടില്ല. അകത്ത് മോളി അവിടുന്ന് ഒരു മാതാവിന്റെ പ്രതിമ എടുത്ത് നോക്കി അവിടെ തന്നെ വെച്ചിട്ട് അവിടുന്ന് പോകുമ്പോൾ നോക്കിയാൽ ദേ മാതാവിന്റെ കണ്ണിൽ നിന്നും രക്തം വരുന്നു. ഇപ്പോൾ മറ്റൊരിടത്ത് ടൈലർ ആൻഡ് ഫാമിലിയെ കാണാം.
അവരോട് ആൻറ്റി പോവാൻ പറഞ്ഞതിനാൽ വിഷമിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഏയ് മനുഷ്യ, ആൻറ്റി നമ്മൾ ക്ഷണിക്കാതെയാണോ നമ്മൾ പോയത്, ആകെ നാണക്കേടായി എന്നൊക്കെ ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് കാറിൻ്റെ മുന്നിലൂടെ എന്തോ ഒന്ന് ക്രോസ് ആയി പോയതുപോലെ തോന്നി. സഡൻ ബ്രേക്ക് ഇട്ട ആ കാറ് സ്കിഡായി പോയി ഒരു സ്ഥലത്ത് ജാമായി നിൽക്കുകയാണ്. ഇതേ നേരം സ്കൂളിൽ മോളി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് കോർണറും ജെന്നും കൊല്ലപ്പെട്ടത്. കോർണറിൻ്റെ കഴുത്ത് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ജെന്നിനെ കൊലപ്പെടുത്തി പൈപ്പിൽ കെട്ടി തൂക്കിയിരുന്നു. ഒരു സൈക്കോ കില്ലറിനെ കൊണ്ട് മാത്രമേ ഇത്രയും കൊടൂരമായി കൊല ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം ചുമരിൽ ബൈബിളിലെ വചനം എഴുതിയതിൻ്റെ വീഡിയോ എടുത്ത് ജീസസിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വചനമാണിത്, ഇത് ഇപ്പോഴും ചുമരിൽ തന്നെയുണ്ട്. ആ വചനം നോക്കി നിൽക്കെ പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതിനാൽ പേടിച്ച് മതി പോകാം എന്ന് പറഞ്ഞ് അവിടുന്ന് മുകളിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കിയെങ്കിലും ഓപ്പൺ ആവുന്നില്ല. ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ നോക്കുമ്പോൾ കോളും പോകുന്നില്ല. കാപ്രിസ് എന്ന പെൺകുട്ടിക്ക് അല്ലാതെ മറ്റാർക്കും അറിയില്ല ഈ 3 പേർ സ്കൂളിൽ ഉള്ള കാര്യം. അതായത് ഇത് അടച്ചുപൂട്ടിയ സ്കൂളാണ്. ഇപ്പോൾ സ്കോട്ടിൻ്റെ വീട് കാണാം. ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കോട്ടിൻ്റെ ഭാര്യ ബില്ലിനെ നോക്കി, എടാ ചിരിക്കടാ ചിരിക്ക്, നീ എന്താ ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ നോക്കുന്നേ? എടാ നിനക്ക് വേണ്ടിയല്ലേ ക്രിസ്മസ് ട്രീ കട്ട് ചെയ്ത് കൊണ്ടുവന്നത്, വാ ഡെക്കറേറ്റ് ചെയ്യാം. അത് കേട്ട് അവൻ എഴുന്നേറ്റ് വന്ന് ഒരു ബോൾ മാത്രം തൂക്കിയിട്ട് പോവുകയാണ്. എന്നിട്ട് ആർത്തിയോടെ നൂഡിൽസ് കഴിക്കാൻ തുടങ്ങി. അത് കണ്ട് ഇവൻ എന്ത് പറ്റി, കാട്ടിൽ നിന്ന് വന്നത് മുതൽ ഭയങ്കര ഗൗരവവും ആകെ ആള് മാറിയ പോലെയാണല്ലോ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് അടുത്തേക്ക് പോയി ഇരുന്നതും ചെക്കൻ ഫോർക്ക് എടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് ഒരൊറ്റ കുത്ത്. അലറി എഴുന്നേറ്റ് കയ്യിൽ ഊതിക്കൊണ്ട് പോകുമ്പോൾ, നീ എന്താടാ ചെയ്തത്? ഓക്കെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം കാണിക്കാതെ നിൽക്കുമ്പോൾ ചെക്കൻ എഴുന്നേറ്റ് റൂമിലേക്ക് ഓടിപ്പോവുകയാണ്. ഇപ്പോൾ ആർജയെ കാണാം. ആർജ യഥാർത്ഥത്തിൽ സ്കൂളിൽ കൊല്ലപ്പെട്ട ജന്നയുടെ മുത്തശ്ശനാണ്. കഴിഞ്ഞ ക്രിസ്മസിനാണ് ജന്ന എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത്. അതേപോലെ കോർണർ എന്ന പയ്യനും എന്നൊക്കെ പറഞ്ഞ് റേഡിയോയിൽ ഒരു ക്രിസ്മസ് ഗാനം സംപ്രേഷണം ചെയ്യുകയാണ്. ഇപ്പോൾ സാന്റാക്ലോസിൻ്റെ സ്ഥലത്ത് സാന്റാക്ലോസ് വൈഫിനോട് പറയുന്നു, മരിച്ച ഷിനിയുടെ ബോഡി കാണാനില്ല അല്ലേ, അവൻ ഒരു സോംബിയായി മാറിക്കാണും, അത് മറ്റ് എല്ലാ എൽഫിനും ബാധിക്കും, ഇതിനൊക്കെ കാരണം അവനായിരിക്കും എന്നൊക്കെ സാന്റ പറഞ്ഞുകൊണ്ടിരിക്കെ എൽഫുകളൊക്കെ സോംബികളായി മാറി ഡോർ ഒക്കെ ഉടച്ച് അകത്ത് കടക്കാൻ ശ്രമിക്കുകയാണ്. വൈഫിനോട് അകത്ത് പോയി നിൽക്കാൻ പറഞ്ഞിട്ട് സോംബിക്കിട്ട് ഒരൊറ്റ അടി. സാന്റ ഒരു കില്ലാടിയാണ്. ഈ സമയത്ത് സ്കൂളിൽ 3 പേരും പെട്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി പോലുമില്ല. ഒരു റൂമിൽ കുറേ ബൊമ്മകളൊക്കെയുണ്ട്. അവിടുന്ന് കിട്ടിയ മെഴുകുതിരി കത്തിച്ച് ഇരിക്കുമ്പോൾ ബെൻ പറയുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, വീട്ടിലായിരുന്നെങ്കിൽ ക്രിസ്മസ് നൈറ്റ് ഗിഫ്റ്റ്, ബിയർ, പിസ്സ ഒക്കെ കഴിച്ച് സുഖിക്കാമായിരുന്നു. അത് കേട്ട് ദിലൻ ചോക്ലേറ്റ് എടുത്ത് കൊടുത്തിട്ട്, പിസ്സ ബിയർ ഒന്നുമില്ല, ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നോക്കി ഇനി അവൻ വീണ്ടും വന്നാൽ എന്ത് ചെയ്യും എന്ന് പറയുകയാണ്. ആര് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, കഴിഞ്ഞ വർഷം ഇതേ ദിവസം ക്രിസ്മസ് ദിവസമാണ് 2 പേർ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ടത്. കൊലകാരൻ സൈക്കോ ഇവിടെ തന്നെ ഉണ്ടെങ്കിലോ? അത് കേട്ട് ദിലൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആ സൈക്കോ ചിലപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൾ ആയിരിക്കും. ഇല്ലെങ്കിൽ അയാൾ എന്തിനാ ക്രിസ്മസ് രാത്രിയായിട്ടും ഈ സ്കൂളിൽ അയാൾ വന്നത്? അത് കേട്ട് മോളിക്കും ഭയം വരാൻ തുടങ്ങി. നമ്മൾ ഇവിടെയുള്ള കാര്യം കാപ്രിസിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. ഈ സ്കൂൾ ഇനി 2 ആഴ്ച കഴിഞ്ഞേ തുറക്കുകയുള്ളൂ. ആരും പേടിക്കണ്ട, ഞാനൊന്ന് മൂത്രമൊഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ദിലൻ ഒരു ഒലക്കയെടുത്ത് പേടിച്ചിട്ടല്ല ഒരു ധൈര്യത്തിന് എന്ന് പറഞ്ഞ് പോവുകയാണ്. ഇപ്പോൾ പുറത്ത് വിട്ടിട്ട് വന്ന ബെന്നിൻ്റെ സ്പീക്കറിൽ നിന്നും അവന് ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഒരു പെൺകുട്ടി കരയുന്ന പോലത്തെ താരാട്ട് പാട്ട് പാടുന്ന വോയിസ് ആണ് കേൾക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ, എന്താടാ എന്ത് പറ്റി എന്ന് മോളി ചോദിക്കുമ്പോൾ, ബെന്നിൻ്റെ പുറകിൽ ആ പ്രേതത്തെ കണ്ട് മോളി അലറാൻ തുടങ്ങി. മൂത്രമൊഴിക്കാൻ പോയ ദിലൻ മോളി അലറുന്ന ശബ്ദം കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ നിലത്ത് വീണ് മോളി പിഡ്സ് വന്ന പോലെ വിറക്കുകയാണ്. ഇപ്പോൾ സ്കോട്ടിൻ്റെ വീട്ടിൽ സ്കോട്ടിൻ്റെ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുളി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ കുളി സീൻ കണ്ടോണ്ട് ബില്ല് നിൽക്കുന്നു. എടാ നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്, കുളിക്കുമ്പോൾ വരാൻ പാടില്ല എന്നറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നേരെ സ്കോട്ടിൻ്റെ അടുത്തേക്ക് പോയി മകൻ ബാത്റൂമിൽ വന്ന കാര്യം വിഷമിച്ച് പറയുകയാണ്. നാളെ ബില്ലിനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാം നമുക്ക്. അത് കേട്ട്, അതൊന്നും വേണ്ടടി, അവൻ എന്തെങ്കിലും കണ്ടു പേടിച്ചതായിരിക്കും, 2 ദിവസത്തിൽ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് സ്കോട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇവർ സംസാരിച്ചതൊക്കെ ബില്ല് ഒരുമാതിരി ഭാവത്തിൽ കേൾക്കുകയായിരുന്നു. സ്കോട്ട് പുറത്ത് പോയി മദ്യപിച്ച് സോഫയിൽ ഇരിപ്പുണ്ട്. ഭാര്യയാണെങ്കിൽ നല്ല ഉറക്കം. അന്നേരം നോക്കിയാൽ ദേ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കൈ അവളുടെ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തോ പരക്കുന്ന പോലെ ഫീലായി അവൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ അതിനെ കാണാനില്ല. ഇനി ചിലപ്പോൾ ബില്ലായിരിക്കുമോ എന്ന് ഭയന്ന് പോയി
നോക്കുമ്പോൾ ബില്ല് നല്ല ഉറക്കത്തിലായിരുന്നു. അന്നേരം വിൻഡോ ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ട് അത് ക്ലോസ് ചെയ്ത് പോകുമ്പോൾ വിൻഡോയുടെ ഗ്ലാസ് വഴി ബില്ലിൻ്റെ മുഖം കണ്ടോ അവൻ്റെ ശരീരത്തിൽ ഒരു കൊടൂര രൂപം ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പോൾ കാട്ടിൽ ടൈലറിൻ്റെ ഫാമിലിയെ കാണാം. വാഹനം ജാമായതിനാൽ കാറിൽ നിന്നും ഇറങ്ങി നടക്കാൻ തുടങ്ങി. അന്നേരം ഡക്കൻ പറയുന്നു, അച്ഛാ നമ്മൾ കയ്യിൽ എന്തെങ്കിലും ആയുധം എടുക്കണം, നേരം ഇരുട്ടാറായില്ലേ, ഇപ്പോൾ ക്രാമ്പസ് പുറത്തിറങ്ങുന്ന സമയമാണ്. അത് കേട്ട് നീ മിണ്ടാതിരിക്കടാ, ക്രാമ്പസ് അതൊക്കെ കെട്ടുകഥകളാണ്, വാ പൊത്തിയിട്ട് വാ, രാത്രിയിൽ അവൻ്റെ ഒരു ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞതും പെട്ടെന്നൊരു ചങ്ങാല വന്ന് ടൈലറിൻ്റെ വയറ്റിലേക്ക് ഒരൊറ്റ അടി. ടൈലർ മലർന്നടിച്ച് വീഴുകയും നോക്കിയാൽ വയറ്റിൽ മുറിഞ്ഞ് രക്തം വരികയാണ്. എല്ലാവരും ഭയന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ചങ്ങാല വന്ന് ഡക്കൻ്റെ കാലിൽ ചുറ്റുകയും തുരുതുരാന്ന് വലിച്ചോണ്ട് കാട്ടിനുള്ളിലേക്ക് അവനെ എന്തോ ഒന്ന് വലിച്ചോണ്ട് പോവുകയും ചെയ്തു. അത് കണ്ട് ഷോക്കായി നിന്ന കാപ്രീസും അമ്മയും ഡക്ക ഡക്ക എന്ന് വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറകെ ടൈലർ വയറ്റിൽ പരിക്ക് പറ്റി പതുക്കെ നടന്നു വന്ന് എന്ത് ചെയ്യും എന്നറിയാതെ 3 പേർ കാട്ടിൽ പെട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ മറ്റൊരിടത്ത് സാന്റാക്ലോസ് ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ പുറകെ ഒരു സോംബിയായി മാറിയ എൽഫ് വന്ന് ലിഫ്റ്റ് അടക്കാൻ സമ്മതിക്കാതെ നിൽക്കുമ്പോൾ പുറകിലൂടെ വേറെ 2 സോംബികൾ വന്ന് സാന്റയെ അകത്തേക്ക് പിടിച്ചു നിർത്തുമ്പോൾ ലിഫ്റ്റിൽ ഡോർ അടയുകയാണ്. സാന്റാക്ലോസ് ക്ലോസ് ആയോ എന്ന് നോക്കിയാൽ ആ ലിഫ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തി ഓപ്പൺ ആവുമ്പോൾ സാന്റാക്ലോസ് എല്ലാ സോംബികളെയും കൊലപ്പെടുത്തി കഷ്ടങ്ങളാക്കി മാസായി പുറത്ത് വരികയാണ്. അന്നേരം ഷിനി എന്ന എൽഫ് സാന്റയെ നോക്കി, ഞാൻ നിന്നെ കൊല്ലാതെ വിടില്ല എന്ന് പറയുമ്പോൾ, ഇത് നിന്റെ തെറ്റല്ല, എല്ലാം ചെയ്യുന്നത് അവനാണെന്ന് എനിക്കറിയാം, എന്നാൽ എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് സാന്റ ഷിനിയെ കുത്തി കൊല്ലുകയും ചെയ്തു. ഇപ്പോൾ ആർജയെ കാണാം. പുറത്ത് നടക്കുന്ന ന്യൂസൊക്കെ ആർജയ്ക്ക് വരും. എന്നാൽ ഇപ്പോൾ വെതർ കണ്ടീഷൻ ശരിയില്ലാത്തതിനാൽ ന്യൂസ് എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവാത്തതിനാൽ റേഡിയോയിൽ ആ ന്യൂസ് പറയാതെ ഒരു പാട്ട് സംപ്രേഷണം ചെയ്യുകയാണ്. ഇപ്പോൾ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്കോട്ട്. ഒരൽപ്പം മയങ്ങി കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വച്ചിരുന്നത് താഴെ വീണ് ഉടഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ആ ചെക്കനായിരിക്കും. എവിടെ അവൻ? എടാ ബില്ലേ, എവിടെടാ നീ എന്നൊക്കെ കലിപ്പിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ഭാര്യ വന്ന്, എന്ത് പറ്റി മനുഷ്യ? അന്നേരം ബില്ല് ഒന്നും അറിയാത്തവനെ പോലെ വന്ന് നിൽക്കുമ്പോൾ, എടാ നീയല്ല ഗിഫ്റ്റ് പൊട്ടിച്ചത്, പറടാ. അത് കേട്ട് അവൻ ഒരു കൂസലുമില്ലാതെ ഇളിക്കുകയാണ്. ദേഷ്യം വന്ന സ്കോട്ട് അവനെ ചറപറാന്ന് അടിക്കാൻ തുടങ്ങി. അന്നേരം ഭാര്യ തടുത്തു നിർത്തി സ്കോട്ടിനെ വഴക്ക് പറയുകയും സ്കോട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം ബില്ലിനെ കിടത്തി ഉറക്കിയപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. നിങ്ങൾ സ്കോട്ട് ഫാമിലി അല്ലേ? എങ്ങനെയുണ്ട് പുതിയ ക്രിസ്മസ് ട്രീ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരാ എന്ന് തിരിച്ച് ഇവൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ എൻ്റെ പറമ്പിൽ വന്നിട്ട് ഒരു ക്രിസ്മസ് ട്രീ വെട്ടിയെടുത്തോണ്ട് പോയില്ലേ? ഞാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ടു. അത് കേട്ട്, ഓഹോ നിങ്ങൾക്ക് എന്താ ക്യാഷ് വേണോ എന്ന് ഇവൾ ചോദിക്കുമ്പോൾ, എനിക്ക് അതൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ മകൻ എങ്ങനെയുണ്ട് എന്ന് അയാൾ ചോദിക്കുമ്പോൾ, അവന് എന്താവാൻ, അവന് നിങ്ങളുടെ പറമ്പിൽ വെച്ച് ഒരു തവണ മിസ്സായി, പിന്നീട് തിരിച്ചു കിട്ടി. അത് കേട്ട് അയാൾ പറയുന്നു, ഇല്ല, നിങ്ങളുടെ മകനെ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, കിട്ടണമെങ്കിൽ ആ ചാങ്ങലിങ്ങിനെ പെട്ടെന്ന് കൊണ്ടുപോവാ. എന്ത് ചാങ്ങലിങ്ങോ? അതെന്ത്? അതെ, അതൊരു മോൺസ്റ്ററാണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മകൻ്റെ രൂപത്തിലുള്ളത് ചാങ്ങലിങ് എന്ന മോൺസ്റ്ററാണ്. അത് കേട്ട് കലിപ്പിൽ, ഏയ് ബഗഡ, നീ ആരാ? മര്യാദയ്ക്ക് ഫോൺ വെക്ക് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സ്കൂളിൽ 3 പേരും ക്ഷീണിച്ച് ഉറക്കത്തിലാണ്. അന്നേരം പെട്ടെന്ന് ദിലൻ്റെ അടുത്തേക്ക് മോളി വന്ന് വ്യത്യസ്തമായി ഒരു ഗൗരവം പിടിച്ച പോലെ നിന്ന് എൻ്റെ കൂടെ വാ എന്ന് പറയുകയും, എവിടേക്കാ എന്ന് പറഞ്ഞ് ഉറക്കത്തിൻ്റെ മൂടിൽ ദിലാൻ പുറകെ പോകാൻ ഒരുങ്ങുമ്പോൾ ബെന്നിനെ വിളിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ, ഏയ് അവനെ വിളിക്കണ്ട, നീ മാത്രം വാ എന്ന് പറഞ്ഞ് മോളി പോവുകയും പുറകെ ദിലാൻ ടോർച്ച് കത്തിച്ച് മോളിയെ ഫോളോ ചെയ്തു പോവുകയാണ്. നേരെ പോയി 2 പേർ കൊല്ലപ്പെട്ട ആ റൂമിൽ എത്തി നിന്ന് അവളുടെ കോട്ട് ഊരി മാറ്റി ഡിങ്കോൾഫിക്ക് വേണ്ടി അവനെ വശീകരിച്ച് ബെഡിൽ കിടക്കുകയാണ്. ഇനി ഒരു കളി കാണാം എന്ന് കരുതിയാൽ ദിലാൻ പറയുന്നു, എടി നിനക്ക് എന്ത് പറ്റി? നീ ഇങ്ങനെ അല്ലല്ലോ, ഇവിടെ നോക്ക്, എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് നിനക്ക് തന്നെ അറിയാവുന്നതല്ലേ, ഇതൊക്കെ തെറ്റല്ലേ? അത് കേട്ട്, തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു എന്നവൾ പറയുമ്പോൾ, എനിക്ക് ഗോപുവിനെ പോലെ ആവണ്ട മോളെ. അത് കേട്ട് അവൾക്ക് ദേഷ്യം വരികയാണ്. അന്നേരം നോക്കിയാൽ ചുമരിലെ കുരിശ് വൈബ്രേറ്റ് ആവാൻ തുടങ്ങി. അതിനർത്ഥം മോളിയുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കയറിയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ മറ്റൊരിടത്ത് സ്കോട്ടിന്റെ ഭാര്യ ചാങ്ങലിങ് എന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടുകയാണ്. നേരത്തെ ഒരുത്തൻ ഫോൺ വിളിച്ച് പറഞ്ഞ പോലെ ചാങ്ങലിങ് എന്നത് ഒരു കൊടൂര മോൺസ്റ്ററാണ്. സ്കോട്ടിന് മകനെ ഓർത്ത് ഇപ്പോൾ ഒരൽപ്പം വിഷമം തോന്നുകയും നേരെ ബില്ലിൻ്റെ ബെഡ്റൂമിൽ പോയി
മോനെ ഷോറിഡാ, ഞാൻ ആ ദേഷ്യത്തിൽ നിന്നെ അടിച്ചു, എനിക്കിപ്പോൾ നിന്നോട് ദേഷ്യം ഒന്നുമില്ല, നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം അകത്ത് നെറ്റിൽ ചാങ്ങലിങ്ങിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നും എന്തോ ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ആ ദുഃഖിപ്പിക്കുന്ന കൊടൂര കാഴ്ച കാണുകയാണ്. ക്രിസ്മസ് ട്രീ വെച്ച സ്ഥലത്ത് സ്കോട്ട് മരിച്ചു കിടക്കുകയാണ്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയിട്ടുണ്ട്, അതേപോലെ കൈപ്പത്തി വെട്ടി നുറുക്കിയിട്ടുണ്ട്. ആ കാഴ്ച കണ്ട് സ്കോട്ടിന്റെ ഭാര്യ പേടിച്ച് അലറിയടിച്ച് ഓടുകയാണ്. ഇപ്പോൾ ടൈലറിന്റെ ഫാമിലി കാട്ടിൽ നിന്നും എങ്ങനെയൊക്കെയോ നടന്ന് ഒരു ചർച്ചിലെത്തി പതുങ്ങി നിൽക്കുകയാണ്. അന്നേരം ഭാര്യ പറയുന്നു, നമ്മൾ നമ്മുടെ മകനെ ഡക്കനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അത് കേട്ട് കാപ്രീസ് അതെങ്ങനെ പുറത്തിറങ്ങും, ആ ക്രാമ്പസ് പുറത്തുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം എടി, ഇതൊക്കെ നമ്മൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായിരിക്കും, നമ്മളെ ദൈവം ആയിരിക്കും ചർച്ചിലേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ കാപ്രീസ് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ലൈറ്റർ കാണിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്, മറ്റുള്ളവരുടെ വീട്ടിൽ കണ്ടതൊക്കെ അറിയാതെ എടുത്തു പോകും, ഞാൻ ചെയ്യുന്ന തെറ്റിനായിരിക്കും കർത്താവ് നമ്മളെ ശിക്ഷിച്ചത്. അത് കേട്ട് അമ്മ പറയുന്നു, എങ്കിൽ ഡക്കനെ എന്തിനാ ശിക്ഷിച്ചത്, അവൻ പാവമല്ലേ. അത് കേട്ട് ഇല്ല, അവൻ അത്ര പാവമൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ പൂച്ചകളെയൊക്കെ കാണാതാവുന്നത് എങ്ങനെയാണെന്ന് അറിയോ, പൂച്ചകളെയൊക്കെ ഡക്കനാണ് കൊന്നത്, ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതൊക്കെ കേട്ട് ഭാര്യ കലിപ്പിൽ, ഏയ് മനുഷ്യ, ഇതൊക്കെ നിങ്ങൾ കാരണമാണ്, നിങ്ങൾ ഏതു നേരവും ബിസിനസ് എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നതല്ലേ, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ. അത് കേട്ട് എടി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് ശരിക്കും ഒരു ബിസിനസ് പോലുമില്ല, ജോലിക്ക് വേണ്ടിയാണ് നാട് ചുറ്റി നടന്നത്. ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയത് തന്നെ കുറച്ച് പൈസ കടം ചോദിക്കാനാണ്, അതാ ആൻറ്റിക്ക് ഇഷ്ടപ്പെടാതെ പറഞ്ഞു വിട്ടത്. നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കുന്നത് വേണ്ട എന്ന് കരുതിയ ഞാൻ വിഷമങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാത്തത് എന്ന് ടൈലർ പറയുമ്പോൾ ഭാര്യ, സാരമില്ല മനുഷ്യ, ഇപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് ഒരു ചങ്ങല വന്ന് ടൈലറിനെ കഴുത്തിൽ വീണ് ടൈലറിനെയും വലിച്ചോണ്ട് പോവുകയാണ്. രണ്ടുപേരും പുറകെ പോയി നോക്കുമ്പോൾ എന്തോ ഒരു രൂപം കണ്ട് കാപ്രീസും അമ്മയും ഒരു കബോർഡിന്റെ അകത്ത് കയറി ഒളിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം കാപ്രീസ് പറയുന്നു, അമ്മേ, എൻ്റെ കാലിൽ എന്തോ നക്കുന്ന പോലെ തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ ദേ ഒരു വലിയ നാക്ക് കാപ്രീസിന്റെ കാലിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. കയ്യിൽ കിട്ടിയ ഒരു കുന്ത്രാണ്ടം വെച്ച് നാക്കിലേക്ക് ഒരൊറ്റ കുത്ത്, എന്നിട്ട് പുറത്തിറങ്ങി, മോളെ നീ ഓടിക്കോ, ഇതിനെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ദേ വന്നു നിൽക്കുന്നു ക്രാമ്പസ്. വെറുതെ വിടുമോ, അമ്മയെ പിടിച്ച് കടിച്ച് കീറാൻ തുടങ്ങി. എന്നിട്ട് കാപ്രീസിയെ ഒരു നോട്ടം. ഇതേ നേരം സ്കൂളിൽ നേരത്തെ മോളെ ദിലനെ കൂട്ടിയിട്ട് പോയതല്ലേ, തിരിച്ചു വരുമ്പോൾ മോളിയുടെ കയ്യിൽ 2 ടോർച്ച്, അതിലൊന്ന് ദിലന്റെയാണ്. ദിലന്റെ കഥ കഴിച്ച് കാണുമോ എന്നറിയില്ല. ഇപ്പോൾ ബെന്നിന്റെ അടുത്ത് വന്ന് ദിലനോട് ഡിങ്കോൾഫ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ബെന്നോടും പറയുകയാണ്. എന്നാൽ ബെൻ ആരാമോൻ കിട്ടിയ അവസരം മുതലാക്കി പിന്നെന്താ ഞാൻ റെഡി എന്ന് പറഞ്ഞ് മോളിയുമായി ബെൻ ഡിങ്കോൾഫിൽ ഏർപ്പെടുകയാണ്. പാവ മോളിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എല്ലാം കഴിയുമ്പോഴാണ് മോളിക്ക് സ്വന്തം ബോധം തിരിച്ചു കിട്ടുന്നത്. എന്നിട്ട് എടാ, നീ എന്താ എന്നെ ചെയ്തത്, യു ചീറ്റ്. അത് ശരി, ഞാനാണോ ചീറ്റിയത്, ഇതിപ്പോൾ എൻ്റെ കുറ്റമായോ, നീയല്ലേ എൻ്റെ അടുത്ത് വന്ന് ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് മോളിയുടെ ഡ്രസ്സ് നോക്കുമ്പോൾ രക്തക്കറ കാണുകയാണ്. അത് കണ്ട് എടി ദിലൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ നേരം സ്കോട്ടിന്റെ ഭാര്യ ബാത്റൂമിൽ ഒളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നേരത്തെ കോൾ ചെയ്ത ആൾക്ക് കോൾ ചെയ്ത് ചാങ്ങലിംഗ് എന്ന മോൺസ്റ്ററിന്റെ മുന്നിൽ നിന്നും രക്ഷിക്കണം എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നു, അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങൾ മകനെയും കൂട്ടി, അല്ല മകനെ പോലെ അഭിനയിച്ചു നിൽക്കുന്ന ചാങ്ങലിങ്ങിനെ കൂട്ടി ഇവിടെ വരെ വരണം, അതിന് മനസ്സിലാവാത്ത പോലെ ആക്ട് ചെയ്തു വേണം അതിനെ കൊണ്ടുവരാൻ, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് അയാൾ പറയുകയാണ്. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്ത് ബില്ലിനെ കാണാൻ പോവുകയാണ്. നോക്കിയാൽ അവൻ്റെ അച്ഛൻ്റെ കൈ സ്കോട്ടിൻ്റെ കൈപ്പത്തി എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് പേടിച്ച് എടാ വാടാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അത് കേട്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. അവളുടെ ദേഹത്തേക്ക് ചാടിക്കയറി കടിച്ച് തിന്നാൻ നോക്കുമ്പോൾ ഒരു വിധത്തിൽ പിടഞ്ഞ് മാറ്റി നിർത്തി ഒരു ബാറ്റ് എടുത്ത് ഓൻ്റെ മോന്തക്കിട്ട് ഒരൊറ്റ അടി. ഇപ്പോൾ സാന്റാ ക്ലോസിനെ കാണാം. സാന്റാ സോംബികളായി മാറിയ എൽഫിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സോംബികളെ പറത്തിവിട്ട് കൊലവെറിയിലുള്ള സാന്റാ കയ്യിലുള്ള ആയുധം ഉപയോഗിച്ച് സോംബികളുടെയൊക്കെ തല വെട്ടിയെടുത്ത് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർജയെ കാണാം. പ്രേക്ഷകരെ, മാളിൽ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അവിടെ ഒരു ഭയങ്കരമായ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നോർമനും അവിടെയാണുള്ളത്. അവിടെ മരിച്ച എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഇപ്പോൾ സ്കോട്ടിന്റെ ഭാര്യ ബില്ലിന്റെ രൂപത്തിലുള്ള ചാങ്ങലിങ്ങിനെ അടിച്ച് എടുത്തോണ്ട് വന്ന് കൊണ്ടുവരാൻ പറഞ്ഞയാൾക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി എൻ്റെ മകനെ എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കറിയില്ല. എന്ത് അറിയില്ല എന്നോ, നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ മകനെ രക്ഷിച്ചു തരാം എന്ന്.
എടി അതൊന്നും എൻ്റെ ജോലിയല്ല, ഇതുപോലത്തെ മൃഗം ഇവിടെ ഒരുപാടുണ്ട്. ഈ സ്ഥലം വിട്ട് പുറത്ത് പോവാതെ നോക്കലാണ് എൻ്റെ ജോലി. നിങ്ങളുടെ അടുത്തേക്ക് വേഷം മാറി വന്ന മൃഗത്തെ എനിക്ക് തിരിച്ചു കിട്ടാനാണ് ഞാൻ നിങ്ങളോട് കള്ളം പറഞ്ഞത്. ഇപ്പോൾ അവിടേക്ക് ഒരുപാട് മൃഗങ്ങൾ വരാൻ തുടങ്ങി. അത് കണ്ട് അവൾ പേടിച്ച് നിൽക്കുമ്പോൾ നീ പേടിക്കണ്ട, അത് എൻ്റെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ബില്ലിൻ്റെ രൂപത്തിൽ മാറിയ മൃഗം ആ മോൺസ്റ്റർ അതിൻ്റെ രൂപത്തിലായി അക്രമകാരിയെ പോലെ പെരുമാറുമ്പോൾ എൻ്റെ ഭർത്താവിനെ ഇതാണ് കൊന്നത്, എൻ്റെ മകനെയും കാണാനില്ല, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യ്. ഇല്ല, എന്നെ കൊണ്ട് അതിന് പറ്റില്ല. അത് കേട്ട് അവൾ തോക്ക് പിടിച്ചു വാങ്ങി ആ മോൺസ്റ്ററിനെ കൊല്ലാൻ നോക്കുമ്പോൾ അതിനെ കൊല്ലരുത്, കൊന്നാൽ നിന്നെ ഞാൻ കൊല്ലും. അത് കേട്ട് അവൾ അയാൾക്ക് നേരെ ഒരൊറ്റ പൊട്ടിക്കൽ. അയാളുടെ ഗതകാലി. ആ വ്യക്തി മോൺസ്റ്ററുകളെയൊക്കെ പിടിച്ച് അടക്കി നിർത്തുന്ന ആളാണ്. അതിനാൽ ഇപ്പോൾ ആ മോൺസ്റ്റർ സ്കോട്ടിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മകനെ എനിക്ക് താ എന്ന് അവൾ പറയുമ്പോൾ മോൺസ്റ്റർ അവളെ ഒന്നും ചെയ്തില്ല. നേരെ ഒരു മരത്തിന്റെ അടുത്ത് കൊണ്ടുവിട്ടപ്പോൾ ആ മരത്തിന്റെ പൊത്തിൽ നിന്നും മമ്മി എന്ന് വിളിച്ചോണ്ട് ബില്ല് തിരിച്ചു വരികയാണ്. മോൺസ്റ്ററിനെ അയാളിൽ നിന്നും രക്ഷിച്ചതിന് മോൺസ്റ്റർ ബില്ലിനെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ സ്കൂളിൽ ബെന്ന് നേരെ ദിലനെ അന്വേഷിച്ച് പോകുമ്പോൾ മറ്റേ വശത്തു കൂടി മോളിയും ടോർച്ചടിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൂമിൽ നിന്നും എന്തോ അലറുന്ന ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ഒരു പെണ്ണിനെ ഇരുത്തി പ്രസവം കാര്യങ്ങൾ നോക്കുന്ന 2 നണ്ണിനെ കാണുകയാണ്. പെട്ടെന്ന് ഒരു നണ്ണ് മോളിയെ നോക്കിയതും പേടിച്ച് ഓടിപ്പോകുമ്പോൾ ദിലാൻ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണുകയാണ്. അവൻ്റെ കണ്ണിൽ ഒരു കുരിശ് കുത്തിയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് ചെയ്തത് നേരത്തെ മോളിയുടെ ശരീരത്തിൽ കയറിയ ഒരു ശക്തിയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ മോളിക്ക് കാര്യം മനസ്സിലാവുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് പണ്ട് ഒരു ചർച്ച് ആയിരുന്നപ്പോൾ ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചു. അതിനിടയിൽ അവൾ മരിച്ചുപോയി. ആ പെൺകുട്ടിയുടെ പ്രേതം ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ആ പ്രേതത്തിൻ്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും വയറ്റിലെ കുഞ്ഞിനെ പ്രസവിച്ച് എടുക്കണം എന്ന് മാത്രമാണ്. അതിനാലാണ് കഴിഞ്ഞ വർഷം ജെന്നയെയും കോർണറിനെയും വെച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ട്രൈ ചെയ്തിരുന്നു. എന്നാൽ അത് നടക്കാത്തതിനാലാണ് 2 പേരെയും ആ പ്രേതം കൊടൂരമായി കൊലപ്പെടുത്തിയത്. അതേപോലെ ഇപ്പോൾ ആ പ്രേതം മോളിയുടെ ശരീരത്തിൽ കയറി ആദ്യം ദിലാനെ മയക്കി എടുത്ത് ഡിങ്കോൾഫ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ദിലാൻ തനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് മോളിയുടെ ശരീരത്തിലെ പ്രേതത്തെ ദേഷ്യപ്പെടുത്തി. പ്രേതം കുരിശെടുത്ത് ദിലാന്റെ കണ്ണിലേക്ക് കുത്തി അവനെ കൊലപ്പെടുത്തി. അതിനുശേഷം നേരെ ബെന്നിന്റെ അടുത്തേക്ക് പോയി ഡിങ്കോൾഫ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ബെൻ സ്പോട്ടിൽ അതിന് സമ്മതിക്കുകയും അവനുമായി കളിയിൽ ഏർപ്പെടുകയും ചെയ്തു. അതിനാൽ ബെന്നിനെ പ്രേതം കൊന്നില്ല. ഇപ്പോൾ മോളിയുടെ വയറ്റിൽ ബെന്നിന്റെ കുഞ്ഞ് വളരുകയാണ്. പ്രേതത്തിന്റെ ലക്ഷ്യം ആ കുഞ്ഞിനെ പ്രസവിക്കണം എന്നതാണ് എന്നൊക്കെ മോളി പറയുമ്പോൾ എടേ നീ എന്താ പറയുന്നത്, അപ്പോൾ നീയാണോ ദിലാനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പുറത്തു നിന്നും ആരോ വരുന്ന പോലെയുണ്ട്. നോക്കിയാൽ ഗർഭിണിയായി മരിച്ച ഗ്രേസ് എന്ന പെൺകുട്ടി കയ്യിൽ മരിച്ചുപോയ ചോരക്കുഞ്ഞുമായി വരികയാണ്. എന്നിട്ട് ബെന്നിനെ പറത്തി ചുമരിൽ കോർണറിനെ കൊലപ്പെടുത്തിയ പോലെ കുരിശ് പോലെ ഒട്ടിച്ച് കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് നേരെ മോളിയുടെ അടുത്തേക്ക് പോയി വയറ്റിൽ തൊട്ടു നോക്കി പുറകോട്ട് പോയിക്കൊണ്ട് പുറത്തേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. മോളി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മെയിൻ ഡോറും ഓപ്പൺ ആവുകയാണ്. മോളിയാണ് പുറത്തേക്ക് വരുന്നതെന്ന് കരുതിയാൽ തെറ്റി. മോളിയുടെ ശരീരത്തിൽ ഗ്രേസിന്റെ പ്രേതം കയറിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ ഗ്രേസ് ആണ്. അങ്ങനെ ഗ്രേസിന്റെ ആഗ്രഹവും സാധിച്ചു. അവൾ ഗർഭിണിയായി എന്ന് കാണിച്ച് ആ കഥ അവസാനിച്ചു. ഇപ്പോൾ മറ്റൊരിടത്ത് കാപ്രീസിനെ കാണാം. അവൾ ചർച്ചിൽ നിന്നും ഓടി നേരെ ആൻറ്റിയുടെ വീട്ടിലെത്തി ഡോറിൽ തട്ടുകയാണ്. അമ്മയെ ക്യാംപ്രസ് കൊലപ്പെടുത്തിയതാണല്ലോ. എന്നാൽ ആൻറ്റി ഡോർ തുറക്കുന്നതേ ഇല്ല. വീട് ചുറ്റി നടന്ന് അലറി പറഞ്ഞെങ്കിലും തുറന്നില്ല. പെട്ടെന്ന് അവൾക്ക് മുന്നിൽ ക്രാമ്പസ് വരികയാണ്. അത് ഓടി വന്ന് കാപ്രീസിനെ കൊല്ലാൻ നോക്കുമ്പോൾ കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പെടുത്ത് ക്രാമ്പസിൻ്റെ കഴുത്തിലേക്ക് ഒരൊറ്റ കുത്ത്. കലിപ്പിലായ ക്രാമ്പസ് അലറുമ്പോൾ അവിടെ ഉണ്ടായ പെട്രോൾ എടുത്ത് ക്രാമ്പസിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ച് കത്തിക്കുകയാണ്. കത്തിക്കൊണ്ടിരിക്കെ ക്രാമ്പസിൻ്റെ രൂപം മാറി ഒടുവിൽ അത് ജെറാഡായി മാറുകയാണ്. അതായത് ജെറാഡിൻ്റെ ദേഹത്തേക്കായിരുന്നു ക്രാമ്പസ് എന്ന സാത്താൻ കയറിയിരുന്നത്. അങ്ങനെ നേരെ ആൻറ്റിയെ കണ്ട് ഇവിടുത്തെ ജോലിക്കാരൻ ജെറാഡായിരുന്നു ക്രാമ്പസ്. അത് അല്ല, ക്രാമ്പസ് എന്നത് ഒരു ബാഡ് സ്പിരിറ്റ് ആണ്. അത് തീർച്ചയായും ക്രിസ്മസ് രാത്രി വരും, വന്ന് വേട്ടയാടാൻ നോക്കും. മോശമായ ആൾക്കാരുടെ ശരീരത്തിലേക്ക് അത് കയറും, എന്നിട്ട് എല്ലാവരെയും ആക്രമിക്കും. അതാണ് സംഭവിച്ചത് എന്ന് ആൻറ്റി പറയുമ്പോൾ ഇപ്പോൾ കാപ്രീസ് ദേഷ്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ആ ക്രാമ്പസ് വരും എന്നറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനല്ലേ എന്നെയും അച്ഛനെയും അമ്മയെയും അനിയനെയും രാത്രി പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. നിങ്ങളുടെ ജോലിക്കാരൻ മോശം ആളായതുകൊണ്ട് അയാളെയും വീടിന് പുറത്ത് നിർത്തി. നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ ക്രാമ്പസിന്റെ ഇരയാക്കി വിട്ടു. എന്നാൽ ക്രാമ്പസ് അത്ര പെട്ടെന്ന് പോകും എന്ന് കരുതിയോ തള്ളേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ കാപ്രീസ് ക്രാമ്പസ് ആയി മാറുകയാണ്. അതായത് നേരത്തെ തീ പിടിച്ചപ്പോൾ ജെറാഡാണ് കത്തിയത്. ജെറാഡിനെ പച്ചക്ക് കൊളുത്തിയപ്പോൾ കാപ്രീസ് ഒരു കൊലകാരിയായല്ലോ. അങ്ങനെ കാപ്രീസിന്റെ ശരീരത്തിലേക്ക്
കയറുകയായിരുന്നു. പിന്നെ എന്ത് പറയാൻ, ക്രാമ്പസ് ആൻറ്റിയുടെ കഥയും കഴിച്ചു നിൽക്കുമ്പോൾ ഇവരുടെ കഥ ഇവിടെ തീർന്നു. ഇനി ബാക്കിയുള്ളത് സാന്റാക്ലോസ് ആണ്. സോംബികളെ ഒക്കെ കൊലപ്പെടുത്തി നിൽക്കുകയാണ് സാന്റാക്ലോസ്. ഈ സീൻ ആയിരുന്നു തുടക്കത്തിൽ കണ്ടത്. ഡോറിന്റെ അപ്പുറത്തുള്ളത് ആരാണെന്ന് സാന്റയ്ക്ക് നന്നായി അറിയാം. എടാ ക്രാമ്പസ്, എല്ലാം നിന്റെ കളികളാണെന്ന് എനിക്ക് നന്നായി അറിയാം, വാടാ ഇവിടെ എന്ന് പറഞ്ഞതും ഡോർ തുറന്ന് ക്രാമ്പസ് വരികയാണ്. പിന്നെ പറയാനുണ്ടോ, സാന്റാക്ലോസും ക്രാമ്പസും തമ്മിൽ പൊരിഞ്ഞ അടി. ഒടുവിൽ സാന്റ കോടാലി വീശി ഒരൊറ്റ വെട്ട്. ക്രാമ്പസിന്റെ ഒരു കൊമ്പ് ഉടഞ്ഞ് നിലത്ത് വീഴുകയാണ്. അതേപോലെ ക്രാമ്പസ് നിലത്ത് വീണ് നോർമൻ എന്നെ വിട്, നോർമൻ എന്നെ വെറുതെ വിട് എന്ന് പറയുമ്പോൾ എന്ത് നോർമനോ എന്ന് സാന്റാക്ലോസ് ചോദിക്കുകയാണ്. ഇവിടെയാണ് ഒരു മാരക ട്വിസ്റ്റ്. നോർമൻ ആരാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ആർജയുടെ അടുത്ത് ഉണ്ടായിരുന്ന ആർജയുടെ ഒരു ഫ്രണ്ടാണ്. ക്രിസ്മസ് എനിക്ക് ഇഷ്ടമല്ല, നീയും നിന്റെ ഒരു ക്രിസ്മസും എന്ന് പറഞ്ഞു പോയ വ്യക്തി. ഇപ്പോൾ സാന്റയുടെ കീഴിലുള്ളത് ക്രാമ്പസ് ഒന്നുമല്ല. അതേപോലെ സാന്റ ആരാണെന്ന് വെച്ചാൽ നോർമനാണ്. ആർജയുടെ അടുത്തു നിന്നും ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് വന്ന് സാന്റാക്ലോസിന്റെ വേഷം ധരിച്ചതാണ്. നോർമൻ ഒരു നോർമലായ വ്യക്തിയല്ല, മെന്റൽ ഡിപ്രഷൻ ഒക്കെയുള്ള, ചുരുക്കി പറഞ്ഞാൽ ഒരു സൈക്കോ ആണ്. സാന്റയുടെ വേഷം ധരിച്ചപ്പോൾ എല്ലാം ഒരു ഇല്യൂഷൻ പോലെ പഴയ പുരാതന കഥയിലെ സാന്റയായി മാറിയതാണ്. അതായത് പഴയ ആ കഥയിലെ സാന്റയാണ് ഞാൻ എന്ന് കരുതി നോർമൻ സാന്റയുടെ വേഷം കെട്ടി നിൽക്കുകയായിരുന്നു. സോംബികൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നതായി കണ്ടത് ഫുഡ് ഫെസ്റ്റിവലിന് വന്ന ജനങ്ങൾ തൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കുന്നതും തൊടാനും ഒക്കെ ശ്രമിക്കുന്നതാണ്. എല്ലാവരും സോംബികളാണെന്ന് കരുതി കയ്യിലുള്ള കോടാലി വെച്ച് ആക്രമിക്കുകയായിരുന്നു സാന്റയുടെ വേഷം ധരിച്ച നോർമൻ. അതേപോലെ കുറേ നേരമായി പുറത്ത് ഡോറ് തട്ടിക്കൊണ്ടുണ്ടായ ആ സീൻ യഥാർത്ഥത്തിൽ മാളിൽ സാന്റയുടെ വേഷത്തിൽ നോർമൻ എല്ലാവരെയും കൊലപ്പെടുത്തുകയാണ് എന്നറിഞ്ഞു വന്ന പോലീസുകാർ ആയിരുന്നു. അകത്ത് വന്ന പോലീസുകാർ ചറപറാന്ന് വെടിവെച്ച് നോർമനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. കൂടുതൽ പേർക്കും ക്രിസ്മസ് എന്ന് കേട്ടാൽ ആഘോഷരാവാണ്. എന്നാൽ മറുപക്കം ക്രാമ്പസ് എന്ന കൊടൂര സാത്താൻ്റെ കൊടൂര കളിയും നടക്കാറുണ്ട് എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഞാൻ ഒരു ഗിവ് അവേ നടത്തുന്ന കാര്യം പറഞ്ഞിരുന്നതല്ലേ. ന്യൂ ഇയറിനാണ് ഗിവ് അവേ വിന്നറായി 10 പേരെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ലിയോൺസ്റ്റർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. പുതിയ അക്കൗണ്ടാണ്. ഫോളോ ചെയ്യുന്നവരിൽ നിന്നുമാണ് 10 പേരെ റാൻഡം ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഫോളോ ചെയ്യൂ, ഗിവ് അവേ വിന്നറാവൂ. ബൈ ബൈ.